കാണിക്കാത്തവരോട് അള്ളാഹുവും കരുണ കാണിക്കുകയില്ല. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ തിരുസന്നിധിയിൽ ചെന്നപ്പോൾ പേരക്കിടാങ്ങളായ ഹസനും ഹുസൈനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുതുകിൽ കയറിയിരിക്കുന്നു. ഉടൻ ഞാൻ പറഞ്ഞു, മുന്തിയതരം വാഹനം. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വാഹനത്തിലിരിക്കുന്നവരും മുന്തിയവർ തന്നെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലായിരിക്കെ ഹസൻ റളിയല്ലാഹു അൻഹു അവിടത്തെ മുതുകിൽ കയറിയിരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു തന്റെ മുതുകിൽ നിന്ന് ഇറങ്ങുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദ് ദീർഘിപ്പിക്കുകയാണ് ചെയ്തത്. ഒരർത്ഥത്തിൽ രാജപുത്രി എന്ന് വിശേഷിപ്പിക്കാമല്ലോ ഫാത്തിമ റളിയല്ലാഹു അൻഹായെ. അന്നത്തെ ഇസ്ലാമിക ഭരണാധിപനാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഏതൊരു യുഗത്തിലും 99% ഭരണാധിപരും അവരിലേക്ക് ദാരിദ്ര്യം എത്താറില്ല. എന്നാൽ തുല്യതയില്ലാത്തതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം. എന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് മോഷണം നടത്തിയതെങ്കിലും അവളുടെ കൈ ഞാൻ മുറിക്കും എന്ന പ്രഖ്യാപനം ഓർത്തു നോക്കൂ. ലോകാവസാനം വരെയുള്ള ഓരോ നേതാക്കൾക്കും സമ്പൂർണ്ണ മാതൃകയാണ് അവിടുന്ന്. ഇസ്ലാമിനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അധിക്ഷേപിക്കുന്നവർ ആധുനിക യുഗത്തിലെ ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് അകന്ന അജ്ഞരായ നാമമാത്ര മുസൽമാനായ വ്യക്തികളിൽ നോക്കിയല്ല ഈ പരിശുദ്ധ മതത്തെ വിലയിരുത്തേണ്ടത്. ആ തിരുജീവിതത്തിന്റെ പാഠങ്ങൾ ഗ്രഹിച്ചാൽ ഏതൊരു ബുദ്ധിമാനും 1000 വട്ടം സമ്മതിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സാദൃശ്യമാകാൻ ലോകത്താരുമില്ലെന്ന്. അവിടുത്തെ സഹനം ഒരു സമൂഹത്തെ ആകമാനം സ്വാധീനിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ ഒരു പായയിൽ കിടക്കുകയായിരുന്നു. ആ പുണ്യ ശരീരത്തിന്റെ ഇരു പാർശ്വങ്ങളിലും പായയുടെ അടയാളം പതിഞ്ഞിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് കണ്ണോടിച്ചു. ആ വീട്ടിൽ ആകെയുണ്ടായിരുന്ന ഉപകരണങ്ങൾ വിരലിലെണ്ണാവുന്നതാണ്. ദയനീയമായ സ്ഥിതി കണ്ട് കണ്ണു നിറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, അവിടത്തേക്ക് ഒരു വിരിപ്പ് ആകാമായിരുന്നില്ലേ? എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെങ്ങനെ? ഉമറേ, ഞാനും ഭൗതിക ലോകവും തമ്മിൽ എന്തിരിക്കുന്നു? അത്യുഷ്ണമുള്ള ദിനത്തിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനെ പോലെയാണ് ഞാൻ. ആ യാത്രക്കാരൻ ചൂട് ശക്തിയായപ്പോൾ ഒരു മരത്തണലിൽ വിശ്രമിക്കാനിരിക്കുന്നു. അല്പസമയത്തെ വിശ്രമത്തിനു ശേഷം അയാൾ യാത്ര തുടരും. അയാൾ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ്. ഞാനും ഈ ലോകവും തമ്മിലുള്ള ബന്ധം അത്രയുള്ളൂ ഉമറേ. ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ വീട് പിന്നെങ്ങനെ വിഭവ സമൃദ്ധമാകും? ഒരു നേരം വിശപ്പടക്കിയാൽ ഒരു നേരം പട്ടിണി കിടക്കുമെന്ന് പറഞ്ഞ നേതാവിന്റെ പുത്രിയല്ലല്ലോ അവർ. ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന ലോക മുസൽമാന്റെ കണ്ണിലുണ്ണി എപ്പോഴാണ് വയറ് നിറച്ചത്? അതുണ്ടായിരിക്കുമോ കുഞ്ഞുകാലത്തല്ലാതെ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസഹ്യമായ വിശപ്പിനാൽ ഒരാശ്വാസത്തിന് താഴ്ന്ന തരം കാരക്കിയെങ്കിലും ലഭിക്കുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, തുടർച്ചയായ രാത്രികളിൽ ശൂന്യമായ വയറുമായി കഴിയുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് ഒരിക്കൽ ഒരു റൊട്ടി ചുടാനുള്ള മാവ് കിട്ടി. ഒരൊറ്റ റൊട്ടി മാത്രം. ഫാത്തിമ മോൾ അത് ചുട്ടെടുത്ത് വിശന്നിരിക്കുന്ന ഉപ്പയെ മകൾക്കറിയാം. തനിക്ക് കിട്ടിയത് തന്റെ പ്രിയപ്പെട്ട ഉപ്പാക്കും ഓരോഹരി കൊടുക്കണം. ഉപ്പയ്ക്കരികിലേക്ക് പോയി ആ റൊട്ടി ഉപ്പാക്ക് കൊടുത്തു. ഉപ്പ ചോദിച്ചു, ഇതെന്താ മോളെ ഫാത്തിമ? ഫാത്തിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചുട്ടെടുത്ത റൊട്ടിയാണ്, എനിക്കൊറ്റയ്ക്ക് തിന്നാൻ പറ്റില്ല ഉപ്പ പട്ടിണി കിടക്കുമ്പോൾ. ഒരു കഷ്ണം റൊട്ടി പ്രിയങ്കരിയായ മകൾ ഉപ്പാക്ക് കൊടുത്തു. പിതാവ് ഭക്ഷിച്ചു, അള്ളാഹുവിനെ സ്തുതിച്ചു. മോളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു, മോളെ, നിന്റെ പിതാവിന്റെ വയറ്റിലേക്ക് 3 ദിവസത്തിന് ശേഷം ആദ്യമായി പ്രവേശിക്കുന്ന ഭക്ഷണമാണിത്. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടിലേക്ക് കയറിയപ്പോൾ തന്റെ പൊന്നുമോൻ ഒരു മൂലയിൽ ഒരിക്കൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടിലേക്ക് കയറിയപ്പോൾ തന്റെ പൊന്നുമോൾ ഒരു മൂലയിൽ തളർന്ന് ചാരിയിരിക്കുന്നു. വിശപ്പിന്റെ കാഠിന്യം ആ മുഖത്ത് കാണാം. പേരമക്കൾ അസഹ്യമായ വിശപ്പിനാൽ തളർന്നുറങ്ങുകയാണ്. ആ നയനങ്ങൾ ഉപ്പയും മകളും പരസ്പരം ദീനമായി നോക്കി. സങ്കടത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു. ഒന്നും കൊടുക്കാനില്ലായിരുന്നു ഉപ്പാന്റെ വിഷം. ഉപ്പാനോട് ഒന്നും ചോദിച്ചുമില്ല പൊന്നുമോൾ. കുടുംബത്തിന് ഒരു നേരത്തെ വിശപ്പടക്കാൻ മാർഗമില്ലാതെ വന്നപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നമ്മുടെ വീട്ടിൽ വിൽക്കാൻ പറ്റിയ വല്ല ഉപകരണങ്ങളുമുണ്ടോ? ഫാത്തിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
നമുക്ക് ലഭിച്ച ഒരു പുതപ്പുണ്ട്, അത് ഉപയോഗിക്കാത്തതാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ അതിങ്ങ് തരൂ, ഞാനത് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നോക്കട്ടെ, നമുക്കൊരു നേരത്തെ ആഹാരത്തിന് വല്ലതും കിട്ടിയാൽ അത് വിൽക്കാം. ഫാത്തിമ റളിയല്ലാഹു അൻഹ പുതപ്പെടുത്തു കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു പുതപ്പ് വിൽക്കാനായി നടന്നു. വഴിയിൽ ഒരാളെ കണ്ടു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പുതപ്പ് വിൽക്കാനുള്ളതാണ്, താങ്കൾക്ക് ആവശ്യമുണ്ടോ? അയാൾ പുതപ്പ് വാങ്ങി നോക്കി. 6 ദിർഹം തരാം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് മതി. അങ്ങനെ 6 ദിർഹമിന് ആ പുതപ്പ് വിറ്റു. അലി റളിയല്ലാഹു അൻഹു എന്ന കുടുംബനാഥന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം. പ്രവാചക പുത്രിക്കും മക്കൾക്കും ഒരു നേരം വിശപ്പടക്കാനുള്ള വഴിയായല്ലോ, അൽഹംദുലില്ലാഹ്. അലി റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ തിരിച്ചു നടന്നു, പ്രസന്നമായ മുഖത്തോടെ. അപ്പോൾ അതാ ഒരു യാചകൻ, ഒരു പാവപ്പെട്ട സഹോദരൻ, തനിക്കറിയില്ല അയാൾ അലി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു പാവപ്പെട്ടവനാണ്, വിശക്കുന്നുണ്ട്, എന്തെങ്കിലും തരണം. തിരുസവിധത്തിൽ നിന്നും 1000 മാതൃകകൾ പഠിച്ച അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്നെ മുന്നിൽ ഒരു യാചകൻ വിശപ്പടക്കാൻ കേഴുന്നത് കണ്ടപ്പോൾ പട്ടിണിയായാൽ തളർന്നുറങ്ങുന്ന മക്കളെ മറന്നുപോയി. മൂലയിൽ തളർന്നിരിക്കുന്ന പ്രിയപ്പെട്ട പത്നിയെ മറന്നു. കയ്യിലുണ്ടായിരുന്നത് 6 ദിർഹം. ആ 6 ദിർഹമും ആ യാചകന് നൽകി. തൗഫീക്ക് തന്ന അള്ളാഹുവിനെ സ്തുതിച്ചു. ഇപ്പോൾ പുതപ്പുമില്ല, ദിർഹമുമില്ല. ശൂന്യമായ കൈകളോടെ മഹാനവർകൾ തിരിച്ചു നടന്നു. കുറച്ചകലെ എത്തിയപ്പോൾ ഒരാൾ ഒരു കുതിരയെയും കൊണ്ടുവരുന്നു. അയാൾ അലി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. ഈ കുതിരയെ വിൽക്കാനുള്ളതാണ്. വീട്ടിൽ അരി വാങ്ങാൻ മാർഗമില്ലാത്ത അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കയ്യിൽ പണമില്ല. അയാൾ പറഞ്ഞു, അതിന് വിഷമിക്കേണ്ട, എനിക്ക് ഇതിന് 100 ദിർഹം വേണം, ഇതിനെ വിറ്റിട്ട് തന്നാൽ മതി. അലി റളിയല്ലാഹു അൻഹു കുതിരയെ 100 ദിർഹമിന് വാങ്ങി. കുതിരയെയും കൊണ്ട് നടന്ന് കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ അയാൾ ചോദിച്ചു, കുതിരയെ വിൽക്കാനാണോ? അലി തങ്ങൾ പറഞ്ഞു, അതെ. എന്തു വേണം, എന്തു തരും? ഞാനൊരു 160 ദിർഹം തരാം. അലി റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. കുതിരയെ 160 ദിർഹമിന് വിറ്റു. കുതിരയെ തനിക്ക് തന്ന ആൾക്ക് 100 ദിർഹം വേഗം തിരിച്ചു കൊടുത്തു. ഇനി 60 ദിർഹമുണ്ട്. 6 ദിർഹം തന്റെ നിർണായക ഘട്ടത്തിൽ ദാനം ചെയ്തതിന് അതിന്റെ 10 ഇരട്ടി 60 ദിർഹം അള്ളാഹു ഉടനെ തന്നെ നൽകുകയാണ്. ആദ്യം യാചകനായി വന്നത് ജിബ്രീൽ അലൈഹിസ്സലാമും പിന്നീട് കുതിരയെ മേടിക്കാൻ വന്നത് മീകായിൽ അലൈഹിസ്സലാമും ആയിരുന്നുവെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാരമോൾക്ക് വാടക വീട്ടിൽ വന്നപ്പോൾ ഒരു പരുക്കൻ ജീവിതമാണ് നയിക്കേണ്ടി വന്നത്. വീട്ടുജോലികളെല്ലാം സ്വയം നിർവഹിക്കണം, സഹായത്തിനൊരാളുമില്ല. തിരക്കല്ലിൽ ഗോതമ്പ് അരിച്ചെടുക്കണം, കല്ലിനു വലിയ ഭാരം, അത് തിരിക്കാൻ പ്രയാസം. റോസാദളം പോലെ മിനുസമുള്ള ഉള്ളം കൈ വേദനിച്ചു. കടുത്ത ദാരിദ്ര്യം, സാമ്പത്തിക നില വളരെ മോശം. അടുപ്പിൽ തീ കത്തിക്കുന്നതും ബുദ്ധിമുട്ട് തന്നെ. വിറകുകൊള്ളികൾ വെച്ച് നന്നായി ഊതണം, നേരത്തെ ശീലമാക്കാത്ത പണികൾ. കല്ല് തിരിച്ച് കൈ വിങ്ങി, അടുപ്പിൽ ഊതിയൂതി മുഖത്തിന്റെ നിറം മങ്ങി. തീ കത്തിച്ചപ്പോൾ കൈ പൊള്ളി. പ്രിയ പത്നിയുടെ അവസ്ഥ കണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വളരെ വിഷമിച്ചു. ജോലികളിൽ സഹായിച്ചു. ദൂരെ നിന്നും വെള്ളം കൊണ്ടുവരികയും വെള്ളം കൊണ്ടുവരുന്ന ജോലി അലി റളിയല്ലാഹു അൻഹു നിർവഹിക്കുകയും പല ജോലികളും അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയോട് പറഞ്ഞു, നബി തങ്ങളുടെ അടുത്ത് കുറേ അടിമകൾ വന്നു ചേർന്നിട്ടുണ്ട്, ഒരാളെ നമുക്ക് തരാൻ പറയൂ, നീ ഒന്ന് ചെന്ന് പറഞ്ഞു നോക്കൂ. കേട്ടപ്പോൾ ആഗ്രഹം, വീട്ടിൽ സഹായത്തിന് ഒരാളാകുമല്ലോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രതീക്ഷയോടെ വീട്ടിൽ നിന്നിറങ്ങി. നടന്ന് പിതാവിന്റെ സമീപത്തി. അവിടത്തെ എത്തിയപ്പോൾ ലജ്ജ തോന്നി. ഒരു വേലക്കാരിയെ വേണമെന്ന് എങ്ങനെ പറയും? വീട്ടുജോലികളൊക്കെ താൻ തന്നെ ചെയ്യേണ്ടതല്ലേ? എന്താ മോളെ വിശേഷം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹപൂർവ്വം മകളോട് ചോദിച്ചു. ഒന്നുമില്ല ഉപ്പ, വെറുതെ വന്നതാണ്. വന്ന കാര്യം പറയാതെ തിരിച്ചു പോന്നു. ഭാര്യ വെറും കൈയോടെ തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ ഭർത്താവിന് ഉത്കണ്ഠ. ഫാത്തിമ, എന്തുപറ്റി? എനിക്ക് ലജ്ജ തോന്നി, ഞാനൊന്നും പറഞ്ഞില്ല. നിന്റെ ഒരു ലജ്ജ, വരൂ നമുക്ക് 2 പേർക്കും കൂടി പോകാം, അലി റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചു. ഒരു വേലക്കാരിയെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, ചെന്ന് ചോദിക്കാൻ ലജ്ജ അനുവദിച്ചില്ല. ഭർത്താവ് സ്നേഹപൂർവ്വം നിർബന്ധിച്ചപ്പോൾ പോകാമെന്ന് തീരുമാനിച്ചു. ഇരുവരും പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തി സലാം ചൊല്ലി. അലി റളിയല്ലാഹു അൻഹു വിനയപൂർവ്വം ഇങ്ങനെ ഉണർത്തി. ഫാത്തിമ വല്ലാതെ വിഷമിച്ചു പോയി. തിരക്കല്ല് തിരിച്ച് കയ്യിൽ നീര് കെട്ടി. അടുപ്പിൽ ഊതിയൂതി മുഖത്തിന്റെ നിറം മങ്ങി. കൈപൊള്ളി. ഒരു വേലക്കാരിയെ കിട്ടിയാൽ കൊള്ളാം. ഫാത്തിമ റളിയല്ലാഹു അൻഹ ലജ്ജയോടെ നിന്നു. വേണ്ടായിരുന്നു എന്ന തോന്നലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ മറുപടി നൽകി, ദാസിമാരുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല. മറുപടി കേട്ടപ്പോൾ പിന്നൊന്നും പറയാൻ കഴിഞ്ഞില്ല. രാത്രി സമയം, ഉള്ളത് കഴിച്ച് ഉറങ്ങാൻ നേരമായി. ഉറങ്ങാൻ ഒരുങ്ങുമ്പോൾ വാതിലിൽ മുട്ടുന്നു.
വാതിൽ തുറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പിൽ നിൽക്കുന്നു. നബി തങ്ങൾ അവരോടിങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് ഒരു ദാസിയെ ചോദിച്ചു, ഒരു ദാസിയെ ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമായ കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഉറങ്ങാൻ പോകുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് 33 പ്രാവശ്യം ചൊല്ലുക, അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ എന്നും അപ്രകാരം ചൊല്ലുക. നിങ്ങളുടെ ജോലികൾ നിങ്ങൾ തന്നെ ചെയ്തു തീർക്കണം. ഇവിടത്തെ സുഖങ്ങളെ പറ്റിയല്ല ചിന്തിക്കേണ്ടത്, പരലോകത്തെ സുഖങ്ങളെ പറ്റി ചിന്തിക്കണം. അതിനുള്ള മാർഗം ചിന്തിക്കണം. ഉപ്പയുടെ ഉപദേശം മകളുടെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. പരലോകത്തെ സുഖങ്ങളെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഇവിടത്തെ എല്ലാ സുഖങ്ങളും ത്യജിക്കാം. പരലോകത്തെ വിജയം ലഭിച്ചാൽ മതി. അതിനുവേണ്ടി ഏത് കടുത്ത ത്യാഗവും ചെയ്യാം. ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ മനസ്സ് അതിന് തയ്യാറായി. പിന്നീടുള്ള ജീവിതം പരീക്ഷണങ്ങളുടേതായിരുന്നു.